ഹായ്, കുറേ ആയില്ലേ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോസ് എടുത്തിട്ട് കുറേ ആയിട്ടോ. ഈവനിങ് വ്ളോഗ് ഒക്കെ ചെയ്യാണ്ട് കുറേ ആയി. അന്നേരം ഞാൻ വിചാരിച്ചു ഇന്ന് ഈവനിങ് വ്ളോഗ് ചെയ്യാന്ന്. ഏതായാലും നമ്മളെ പുതിയ ഫോൺ മേടിച്ചപ്പോൾ ആണ് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റില്ല. വീട്ടിനുള്ളതൊന്നും വീഡിയോസ് എടുത്ത് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് അരെന്ന് മിക്കവാറും ഞങ്ങൾ മഴയൊന്നും ഇല്ലെങ്കിൽ കോലായിൽ ഇരുന്നിട്ടാട്ടോ ചായ കുടി. പക്ഷെ ഇന്നിപ്പോൾ നല്ല മഴയാണ്. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് കേട്ടോ. ഇതിൻ്റെ മക്കളെയൊന്നും കാണാൻ പറ്റൂല, എന്നെയും കുഞ്ഞാപ്പൂനെയും കാണാൻ പറ്റുള്ളൂ. മക്കൾക്കാർക്ക് ക്യാമറയുടെ മുന്നിൽ വരുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ്. കുഞ്ഞാപ്പൂന് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞാപ്പൂ ഞാൻ എവിടെ ഉണ്ടോ അവിടെ കുഞ്ഞാപ്പൂ ഉണ്ടാവും. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവർക്കൊക്കെ ഭയങ്കര മടിയാ. അരം ഇന്നിതാ കട്ടൻ ചായ ഉണ്ട്. ഇതാ ഇത് കുഞ്ഞാപ്പൂനാണ് കേട്ടോ. കുഞ്ഞി ക്ലാസ്സിൽ ചായ ചൂടുണ്ട് തണിയട്ടെ. അന്നേരം ഇന്നത്തെ കടി എന്ന് പറയാൻ ഇതാ ചക്കക്കടി ഉണ്ട് കേട്ടോ. ചക്കടയുണ്ട്. പിന്നെ ഇതാ പഴം വാട്ടിയത് ഉണ്ട് കേട്ടോ. പഴം വാട്ടിയത് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ടൊക്കെ വാട്ടൂലേ, അങ്ങനെ പഴം വാട്ടിയതാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ പഴം പുഴുങ്ങിയതിനെക്കാട്ടൊക്കെ ഇഷ്ടം എല്ലാവർക്കും ഇതാണ് കേട്ടോ. അന്നേരം പഴം വാട്ടിയതാണ്. പിന്നെ വേറെ സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അന്നേരം ഇന്ന് ഞാൻ നമ്മളെ വീടിൻ്റെ അവിടെയുള്ള ചെറിയ വ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. മഴ പെയ്തിട്ട് ഫുള്ളായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല, ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. മഴയില്ലാത്തപ്പം നമുക്ക് ഫുള്ളായിട്ട് കുറച്ച് നേരം മുകളിൽ നിന്നേ ഉള്ള വീഡിയോസ് എടുക്കാം. നല്ല രസമാണ് കേട്ടോ കാണാൻ. പിന്നെ എല്ലാവരും നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ വ്ളോഗ്സൊക്കെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതൊട്ട് നമ്മൾ അത്യാവശ്യം ക്ലിയറുള്ള വീഡിയോസൊക്കെ എടുക്കാം. പിന്നെ എൻ്റെ സ്റ്റാൻഡിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്, അതും കൂടെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഓക്കെ. അന്നേരം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പൊന്നൂസ് വീഡിയോന് മുന്നിൽ പുറകിൽ പോയി. പൊന്നൂസ് ക്യാമറൻ്റെ ഓപ്പോസിറ്റ് ആട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു, 4-4:30 ആയി. ഷാണില്ല, ഷാണിന് വണ്ടി വന്നിട്ടുണ്ട് വിറകിറക്കാൻ. അന്നേരം അതിന് പോയതാണ് കേട്ടോ. ചക്കര അവിടെ ഇരിക്കുന്നുണ്ട്, പകുതി കാണാം ചക്കരനെ. ചക്കരനെ ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല. അവള് പിന്നെ കണ്ടോ കാണില്ല മറ്റേ ഇരിക്കുകയാണ്. ചക്കക്കടിയോ? കുഞ്ഞാപ്പ് ചക്കക്കടിയൊക്കെ കാണിച്ചിരുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കട്ടൻ ചായ കേട്ടോ. പാൽച്ചായ അങ്ങനെ എപ്പോഴും ഒന്നും ഉണ്ടാവില്ല, വല്ലപ്പോഴൊക്കെ കട്ടൻ ചായ ഉണ്ടാവുള്ളൂ. കട്ടൻ ചായ എന്നും ഉണ്ടാവുള്ളൂ, പാൽ ചായ ഇടക്കൊക്കെ ഉണ്ടാവുള്ളൂ. അതാണ് ഉദ്ദേശിച്ചത്. റോള് എന്തോ തിരിച്ചു കിട്ടും. മേശ പൊട്ടിക്കണ്ട കേട്ടോ. അതിന് മുകളിൽ ഇരുന്നിട്ട് അവിടെ മേശേന്റെ മുകളിലാണ് കയറിയിരിക്കുന്നത്. അതിപ്പോ പൊട്ടിക്കോളൂ. മഴയൊക്കെ ഇന്ന് നല്ല മഴയാണ്. 2 ദിവസം ഇന്നലെ വൈകുന്നേരം തൊട്ടിട്ട് നല്ല അടിപൊളി മഴയാണ് കേട്ടോ. നേരം നമ്മളെ ചക്കക്കടി ഇതാ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കലുണ്ടവരാണ്. ഇന്നലെ കിട്ടിയ ചക്കട്ട് ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ കടിയാണ്. അമൃതം പൊടി ഇട്ടിട്ടോ അധികം ഞാൻ ഉണ്ടാക്കൽ. ഇപ്പൊ അമൃതം പൊടി കുഞ്ഞേശ് വലുതായില്ലേ, അവിടെ അമൃതം പൊടി കിട്ടുന്നില്ല. ഒരാട്ടപ്പൊടിയിലാണ് ഉണ്ടാക്കിയത്. ആട്ടപ്പൊടി ചക്ക മിക്സിയിലൊക്കെ അടിച്ച് ആട്ടപ്പൊടി ഇട്ട് വെള്ളം കുരുക്കി വെച്ച് തേങ്ങയും ചക്കക്കടി ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഇതിന്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ പറയുന്നത്. പിന്നെ നമ്മളെ ഒരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് വീഡിയോ തുടങ്ങി ലൈവ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോലെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് കിട്ടിയിട്ട്, ഒരുപാട് അനിയന്മാരാണെങ്കിൽ ചേട്ടന്മാരാണെങ്കിൽ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ഏഞ്ചൽ എന്ന് പറയുന്ന അവളെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയണം. അന്നേരം എനിക്ക് നല്ലൊരു അനിയത്തി കുട്ടീനെ കിട്ടിയെന്നൊക്കെ പറയും പോലെയാണ് ഏഞ്ചലിന്റെ കാര്യം. അന്നേരം ഞങ്ങളിപ്പോൾ വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജൊക്കെ അയക്കലുണ്ട്. അന്നേരം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ട് എന്നോടും ചോദിക്കുക, എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ തന്നെ നമ്മളെ ഫോണ് പുതിയത് വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ഗൂഗിൾ ID ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വിചാരിച്ച് അവിടെ പെട്ടു വിചാരിച്ചു. പിന്നെ നമ്മൾ അനിയന്മാരെല്ലാവരും കൂടെ ചേർന്ന് അതൊക്കെ ഒന്ന് റെഡിയാക്കി തന്ന് ഇപ്പം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അന്നേരം നിങ്ങളെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുള്ളൂ. അതോടൊപ്പം ചായയൊക്കെ മറക്കും. ചൂട് പൊന്നൂസും ചക്കരയും സ്റ്റീൽ ഗ്ലാസ്സിലാണ് കുടിക്കുക കേട്ടോ. അവർക്ക് കുപ്പി ഗ്ലാസ് കൊടുക്കില്ല, കാരണം കുപ്പി ഗ്ലാസിന്റെ എണ്ണം കുറഞ്ഞു വരും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് തന്നെ അണ്ടാവ് ഗ്ലാസ് ആണ്. അണ്ടാവ് നമ്മളെ കുപ്പി ഗ്ലാസിന്റെ 2 ഇരട്ടി ചായ ഉള്ളത് നഷ്ടമാണ് കേട്ടോ കമ്പനിക്ക്.
ഞങ്ങൾ ചായ ഒക്കെ കുടിക്കട്ടെ. അതായത് ആ ചായ കുടിക്കുന്നതിലൊക്കെ മുന്നേ കേട്ടോ ഈ വീഡിയോ ഞാൻ എടുത്ത് വെച്ചത്. പിന്നെയാണ് ചായ കുടിക്കുന്ന വീഡിയോസൊക്കെ എടുത്തത്. അന്നേരം ഇതാ നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള ഭാഗമാണ് കേട്ടത്. ഇത് പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, പക്ഷെ ഇത്ര ക്ലിയറിൽ കിട്ടിയിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. അത് പഴയ നമ്മളെ വീഡിയോസിലൊക്കെ ഈ ഭാഗങ്ങളൊക്കെ കുറേ ഉണ്ട്. അന്നേരം ഇതാ നമ്മളെ വീടിൻ്റെ മുകളിലുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന വഴിയാട്ടോ. ഈ മോള് ഭാഗത്താണ് മെയിൻ റോഡ് കിടക്കുന്നത്. നമ്മൾ തലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന മെയിൻ റോഡ്. ആ മെയിൻ റോഡ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ. ഇത് മൊത്തം പാരീസൺസിൻ്റെ എസ്റ്റേറ്റ് ആണ്. അന്നേരം ഇവിടെ 2 ഫാക്ടറി ഉണ്ട് പാരീസൺസിൻ്റെ. അന്നേരം ആ 2 ഫാക്ടറി നമ്മളവിടെ നിന്ന് പകുതി അങ്ങോട്ടേക്ക് ചെറുക്കരയും ഇത് പകുതി ഇങ്ങോട്ട് തലപ്പുഴ. നമ്മൾ വരുന്ന തലപ്പുഴ ഭാഗത്താണ് കേട്ടോ. അന്നേരം നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അന്നേരം ഇതിങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഭാഗം പിടിച്ചുള്ളൂ. അന്നേരത്തേക്ക് നല്ല മഴ പെയ്ത് അന്നേരം ഞാൻ വേഗം ഇങ്ങോട്ട് പോകണം. ഇത് ഇങ്ങോട്ടേക്കൊക്കെ പോകുന്ന വേറെ വീടുകളിലേക്കൊക്കെ പോകുന്ന വഴിയാണ്. ആ വഴിയിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നത് നമ്മളെ വീട്ടിലേക്ക് കേട്ടോ. ഇത് അനിയൻ്റെ വീടാണ് കേട്ടോ. ഈ കാണുന്നത് ഇത് അന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായില്ലേ, പോസ്റ്റ് പൊട്ടി വീണത് അതിൻ്റെയാണ് കേട്ടോ. അന്നേരം ഇപ്പോൾ അവിടെ വേറെ പോസ്റ്റ് തൊട്ടപ്പുറത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് നേരെ പോകുന്ന അനിയൻ്റെ വീട്ടിലേക്ക്, ഇത് നേരെ പോകുന്ന ഞങ്ങളുടെ വീട്ടിലേക്ക്. അനിയൻ്റെ വീട്ടിൽ നിന്ന് നേരെ പോകുന്നത് തറവാടാണ് കേട്ടോ അവിടെ ഉള്ളത്. തറവാട് എന്ന് പറഞ്ഞാൽ അവിടെ കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, അവിടെ പറ്റില്ല. കണ്ടോ മുറ്റമൊക്കെ കണ്ടത് 2018 പ്രളയത്തിൻ്റെ സമയത്ത് മൊത്തം മണ്ണിടിഞ്ഞ് പോയതാട്ടോ. അതുകൊണ്ടോ ഇവിടെ മുറ്റമൊന്നും ഇല്ല കേട്ടോ. ആ ഇത്തിരിയേ ഉള്ളൂ. നിങ്ങൾ കണ്ടാൽ വിചാരിക്കും ഈ വീട്ടിലെങ്ങനെ ആൾക്കാർ താമസിക്കുന്നു എന്നുള്ളൊരു പേടി ഉണ്ടാവില്ലേ. പക്ഷേ ഇവിടെ അച്ഛനും അമ്മയ്ക്ക് അത് ശീലമായിട്ടോ. അവരോട് അങ്ങോട്ട് വേറെ താമസിക്കാൻ നമുക്ക് സ്ഥലമൊക്കെ കിട്ടിയിട്ടുണ്ട്, വീട് വെച്ചിട്ടില്ല എന്നുള്ളൂ. അവർക്ക് അവിടെ നിൽക്കുന്നതിനോട് വേറെ പേടികളൊന്നുമില്ല. പക്ഷേ നമുക്കത് ആർക്കാണെങ്കിൽ കണ്ടാൽ പേടിയോ. എനിക്ക് തന്നെ അതിലേ പോകാൻ പേടിയാണ് കേട്ടോ. എന്നാൽ ഈ കയറ് പിടിച്ചിട്ടാണ് അങ്ങോട്ട് പോവുക അധികവും. പക്ഷെ വല്ലാത്തൊരു വഴിയാണത്. ആർക്കാണെങ്കിലും ഇവിടെ വരുന്ന ടീച്ചേഴ്സൊക്കെ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ ടീച്ചേഴ്സൊക്കെ വരുമ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കച്ചവടത്തിനൊക്കെ വരുന്നവരൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വിചാരിക്കും എൻ്റെ ദൈവമേ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത് കുട്ടികളെയും കൊണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ടെൻഷനാക്കും. നമുക്ക് പക്ഷേ അത് കണ്ടിട്ടൊരു ശീലമായി. ഇത് നോക്കുമ്പോൾ കണ്ടു താഴ്വാരം പോലെയാണ് കേട്ടോ. താഴോട്ടേക്ക് കാണുമ്പോൾ പേടിയാവും. കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവും. അതായത് കുട്ടികളങ്ങനെ പറഞ്ഞു വിടില്ല, വലിയവർ പോയിട്ട് വരുവാന്നല്ലാണ്ട് കുട്ടികളങ്ങനെ അങ്ങോട്ട് പോകില്ല കേട്ടോ. പിന്നെ നേരെ വരുന്നത് നമ്മളെ വീട്ടിലേക്കാണ്. നമ്മളെ വീടാണ് കേട്ടോ. ഞാൻ ഫ്രണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മളെ വീടിൻ്റെ വ്യൂ ഇതൊക്കെ എടുത്തതായിരുന്നു. അത് ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം കേട്ടോ വീടിൻ്റെ മൊത്തത്തിലുള്ള വീഡിയോസ്. അതിതാ വീടിതാ നമ്മളെ വീടിൻ്റെ നേരെ താഴ്ഭാഗത്താണ്. പിന്നെയും കുറച്ചൊരു ഇതുള്ളൂ കേട്ടോ. ഇടിച്ചിലൊക്കെ കുറച്ചൊരു കുറവുള്ള നമ്മളെ വീടിൻ്റെ താഴ്ഭാഗമുള്ളൂ, കുറച്ചെങ്കിലും ഒരു വീതിയിൽ കിട്ടിയേക്കുന്നത്. അതിൽ കൂടിയാണ് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴിയാണ്. ഇതൊക്കെ നമ്മൾ ഇതിൽ മുന്നത്തെ നമ്മളെ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ഈ വീഡിയോസൊക്കെ കുറേ ഉണ്ട്. അന്നേരം പുതിയ കുറച്ച് കൂട്ടുകാരുണ്ട്. അന്നേരം അവർക്കൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. പിന്നെ പഴയ വീഡിയോസിലൊന്നും വലിയ ക്ലിയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അരുതാ നമ്മൾ അലക്കുന്ന കല്ലാണ് കേട്ടോ. അവിടെ കാണുന്ന മഴ നന്നായി പെയ്യുകയാണെങ്കിലാണ് നമ്മൾ ഈ കല്ലിൽ അലക്കുക. അല്ലെങ്കിൽ നമ്മളെ മുകളിൽ ഇറങ്ങി വരുന്ന സ്റ്റെപ്പിൽ അവിടെ വരെയൊക്കെ പ്രളയത്തിൻ്റെ സമയത്ത് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ താഴെ വെള്ളത്തിലാണ് നമ്മൾ അലക്കുന്ന കല്ലൊക്കെ വേനൽക്കാലത്ത് അതൊക്കെ ഇപ്പോൾ മുങ്ങിപ്പോയിട്ടുണ്ട്. ഇതൊന്നൊരു വെള്ളേ അല്ല കേട്ടോ, ഇതിനേക്കാളൊക്കെ ഇരട്ടി വെള്ളം ഉണ്ടാവും. നമ്മൾ ഇറങ്ങി വരുന്ന സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ ഫുൾ വെള്ളമായിരിക്കും. അന്നേരം ഇപ്രാവശ്യം എന്തോ മഴ കുറവുള്ളത് കൊണ്ട് വെള്ളം അങ്ങനെ കയറാതെ അങ്ങനെ നിൽക്കുന്നു. മഴ 2 ദിവസം സ്ട്രോങ് ആയിട്ട് പെയ്താൽ ഏകദേശം ആ തിണ്ടൊക്കെ കാണില്ല, അവിടെയൊക്കെ കയറി കഴിഞ്ഞാൽ തന്നെ അതേപോലെ ഇറങ്ങി പോട്ടെ. അല്ലെങ്കിൽ ആ പച്ചപ്പ് കാണില്ല, അത് മുഴുവൻ വെള്ളമായിരിക്കും. ഈ ചെറിയ തോടിൻ്റെ ഡബിൾ ആയിട്ടുണ്ടാവും കേട്ടോ. തോട് അങ്ങോട്ടേക്ക് വീതി കൂടി പോവും. അങ്ങോട്ട് നിരന്ന സ്ഥലമായതുകൊണ്ട് അങ്ങോട്ട് പോട്ടെ. അത് മാമൻ്റെ ആണ് കേട്ടോ, അമ്മേൻ്റെ ആങ്ങളേൻ്റെ ഒക്കെ സ്ഥലമാണ്. അമ്മേൻ്റെയൊക്കെ തറവാട് എന്ന് പറയും. അങ്ങോട്ടേക്ക് ഓരി കിട്ടിയ സ്ഥലം. അമ്മേൻ്റെയൊക്കെ അവിടെ 3 സെൻറ്റ് സ്ഥലമൊക്കെ ഓരി കിട്ടിയിട്ടുള്ളൂ. അന്നേരം അതൊക്കെ ഉണ്ട് അവിടെ. ഇതിപ്പോൾ അനിയൻ്റെ വീടിൻ്റെ മോൾഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. അതൊക്കെ പ്രളയത്തിൻ്റെ സമയത്ത് ഇടിഞ്ഞു പോയതാണ്. പിന്നെ ആ മുളയും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ബലത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. നമ്മളെ വീടിൻ്റെ ഭാഗത്ത് മാത്രമാണ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെയൊക്കെ കെട്ടിയിട്ട് കല്ലും കൊണ്ട് നമ്മളെ വീടിൻ്റെ ബേക്ക് വശത്തിന് പെര വെക്കുന്ന സമയത്ത് കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു, കാട്ടുകല്ല്. അതൊക്കെ വെച്ചിട്ട് ആ തിണ്ട് കാണില്ല മുഴുവൻ മൂപ്പര് കെട്ടി പൊന്തിച്ചാണ്. അതുകൊണ്ട് അവിടെ നമ്മളിവിടെയൊക്കെ അപ്പുറത്ത് കാണുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് അങ്ങനെ കെട്ടിയതൊക്കെ ലെവലാക്കിയതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ഇതുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളിങ്ങനെ കയറി പോകുന്ന വഴിയാണ്, വീട്ടിലേക്ക് നമ്മൾ വന്ന വഴിയാണത്. പിന്നെ ഇത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്തെത്തി. എന്നിട്ട് നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.